അങ്ങനെ ഒരു ഹെക്ടിക് ഡേ കഴിഞ്ഞ് വീടെത്തിയിരിക്കുക. പണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും കൂട്ടുകാരിയുടെ കൂടെ അടുത്തുള്ള കോഫി ഷോപ്പിൽ പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ച് പതുക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്നേ. ഇപ്പൊ സ്റ്റോറിൽ തന്നെ കോഫി ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങും. വന്ന ഉടനെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചെയ്ത് ഞാൻ ഡിഷ് വാഷർ ലോഡ് ചെയ്യും. പക്ഷേ ഇപ്പൊ ഡിഷ് വാഷർ പണി തന്നിരിക്കുക ഒരാഴ്ചയായിട്ട്. അതുകൊണ്ട് ഡിഷ് വാഷർ നന്നാക്കുന്നത് വരെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെക്കുന്ന ജോലി ചെയ്യും. എനിക്കുണ്ടല്ലോ, ഡ്രസ്സൊക്കെ മാറുന്നതിന് മുമ്പ് കുളിക്കുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ ജോലിയും തീർത്തിരിക്കണം. സാധാരണഗതിയിൽ രാവിലെ വരുന്ന ഉമ്മ തന്നെ രാത്രിത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും. എന്നാലും വല്ല ചിക്കൻ കറി വെക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ചെയ്ത് കഴിഞ്ഞേ ഞാൻ കുളിക്കുകയുള്ളൂ. കൊച്ചിലെ തൊട്ടേ രാത്രി തല കുളിച്ച ശീലം. രാവിലെ മേല് കഴുകിയിട്ട് ഓഫീസിലേക്കോ പണ്ട് സ്കൂളിലേക്കായിരുന്നെങ്കിൽ അങ്ങനെയോ ഒക്കെ പോവുമായിരുന്നു. രാത്രി എനിക്ക് എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും തല കുളിക്കാൻ ഒരു മടിയില്ല. പക്ഷെ രാവിലെ തല കുളിക്കുന്ന കാര്യം, അയ്യോ, വെയിലെങ്ങാനും കൊണ്ടാ പിന്നെ പറയണ്ട, ഉഗ്രൻ മൈഗ്രെയിൻ ആയിരിക്കും. കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എടുത്തു വെക്കും. ഭാഗ്യത്തിന് എൻ്റെ 2 കുട്ടികൾക്കും പഠിക്കാൻ ഞാൻ ഒപ്പം ഇരിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ഇരുത്തി പഠിപ്പിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. വീട്ടിലെല്ലായിടത്തും എൻ്റെ കൈയെത്തണം, കണ്ണെത്തണം, 24 മണിക്കൂറും ഞാൻ ജോലിയിൽ വ്യാപൃതയായിരിക്കണം, അങ്ങനെയുള്ള പക്ഷക്കാരി അല്ല കേട്ടോ ഞാൻ. ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോലിയെല്ലാം ഡെലിഗേറ്റ് ചെയ്ത് ഡിഷ് വാഷർ പോലുള്ള സംവിധാനങ്ങളൊക്കെ പരമാവധി ഉപയോഗിച്ച് അങ്ങനെ കിട്ടുന്ന ഫ്രീ ടൈം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഡൈനിങ് ടേബിളിൽ ഫോൺ അലൗഡ് അല്ല എന്നും പറഞ്ഞ് ഈ വീഡിയോ എടുക്കാതെ ഞാൻ ഇത്രയും ദിവസം വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്നെന്തായാലും ഒരു ചെറിയ അലവൻസ് കിട്ടി, അതുകൊണ്ടാ ഇന്ന് വീഡിയോ എടുത്തത്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒതുക്കിയിട്ട് ഞങ്ങൾ 4 പേരും കൂടി കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുമിച്ചിരിക്കും. ബുക്ക് വായിക്കോ കളിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങളെ ഉറക്കാൻ കിടത്തി കഴിഞ്ഞാൽ പിന്നെ ഞാനും പുള്ളിക്കാരനും കുറെ പ്രാരാബ്ധത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങും. അപ്പൊ ഇനി എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോ. അപ്പൊ നാളെ കാണാം.